ആണെങ്കിൽ 100-ൽ 50% നല്ല കാര്യങ്ങൾ തന്നെയാണ് ഇവർ ചെയ്യുന്നത്. ബാക്കി 50% കൊള്ളരുതായ്മകൾ ചെയ്താലും മറ്റുള്ള പാർട്ടികൾ ഇപ്പോൾ ഈ പറയുന്ന ആളുകളൊക്കെ 100% കൊള്ളരുതായ്മകളാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഈ ആടിനെ പിടിച്ച് പശുവാക്കുക, പശുവിനെ പിടിച്ച് ആനയാക്കുക എന്നൊക്കെ പറയുന്ന രീതി പ്രസ്താവനയായിട്ട് വരുന്ന ആളുകളൊന്ന് ചിന്തിക്കുക. നിങ്ങളൊക്കെ ഇവിടെ ഭരിച്ചിരുന്നെങ്കിൽ ഈ കേരളം എന്നെ നശിച്ചേനെ, മുടിഞ്ഞേനെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. അതായത് ഓരോ ആളുകളെ കൊണ്ടുവന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിക്കുക, വർഗീയ ലഹള ഉണ്ടാക്കുക, വർഗീയത പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന വോട്ട് മേടിക്കാൻ നോക്കുക, ജാതിപരമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആളുകളെ അടിച്ചമർത്തുക, മതപരമായിട്ട് പിന്നോക്കം നിൽക്കുന്ന അല്ലെങ്കിൽ ഈ മുസ്ലിം ക്രിസ്ത്യാനികളെ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിക്കുക, എന്നിട്ട് അതിൽ നിന്ന് ചോര കുടിക്കുക, ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളായിട്ട് ഇവരങ്ങോട്ട് മുന്നോട്ട് പോയേനും. അതിനൊക്കെ ഇവിടെ ഒരു നല്ലൊരു ക്യാപ്റ്റൻ ഉണ്ടെന്നുള്ളൊരു കാര്യത്തിൽ യാതൊരു സംശയവും കേരളത്തിലെ ജനങ്ങൾക്കില്ല. അതുകൊണ്ട് ഇടതുപക്ഷ സർക്കാർ ഇവിടെ ഉള്ളിടത്തോളം കാലം നിന്റെ ഒന്നും ഈ കൊള്ളരുതായ്മകൾ തന്തയ്ക്ക് പ്രക്കാഴിയോ ഒന്നും നമ്മുടെ കേരളത്തിൽ വില പോവില്ല എന്നുള്ളത് പ്രത്യേകം ഞാൻ പറയുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇടതുപക്ഷ സർക്കാർ ഇവിടെ നിലനിൽക്കുന്നതും ഇടതുപക്ഷ സർക്കാരിൻ്റെ റിലവൻസ് എന്തുകൊണ്ടാണെന്നുള്ളതും നമുക്ക് മനസ്സിലാവുന്നത് അതുകൊണ്ട് തന്നെയാണ്. ഒരു പരിധിയിൽ കൂടുതൽ നിന്റെയൊക്കെ ഈ തോന്നിവാസങ്ങൾ ഇങ്ങോട്ടേക്ക്